ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 31. ചിത്സ്വരൂപികളായ ആത്മഭാവങ്ങളെ വന്ദേ മാതരം. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നത് സമർത്ഥിക്കുകയാണ് വാൽമീകി സ്വകൃതി കൊണ്ട് സാധിച്ചിരിക്കുന്നത്. ത്രിവർഗങ്ങളിൽ അർത്ഥവും കാമവും ധർമ്മത്തിന് വേണ്ടി മാത്രമാണ്. അവ ധർമ്മത്തിന് വിപരീതമായാൽ നിസ്സംശയം രാമൻ അവയെ കൈവെടിയുന്നു. അർത്ഥത്തിനോ അധികാരത്തിനോ ഭോഗത്തിനോ ആ ധർമ്മധീരനെ കീഴടക്കാൻ സാധ്യമല്ല. ധർമ്മസ്ഥൈര്യത്തിൽ നിന്നുളവായ ആ അമാനുഷമായ ഇച്ഛാശക്തിയുടെ മുമ്പിൽ എതിർപ്പുകളൊക്കെ ഓടിമറയുന്നു. പ്രജാതന്തു നിലനിർത്തുന്നതിന് മാത്രമേ രാമൻ ഗൃഹമേധീധർമ്മം സ്വീകരിക്കുന്നുള്ളൂ. 12 കൊല്ലം അയോധ്യയിലും 13 കൊല്ലം അടവയിലും രാമൻ സ്വപത്നിയോടൊത്ത് പാർത്തുവെങ്കിലും പട്ടാഭിഷേകത്തിന് ശേഷമേ അദ്ദേഹം അപത്യലാഭത്തിനായി ചിന്തിക്കുന്നുള്ളൂ. എന്തൊരു ഇച്ഛാശക്തി, എന്തൊരു വ്രതനിഷ്ഠ! അത്ഭുതാവഹം തന്നെയാണ്. ഭാരതത്തിലെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും അങ്ങനെ സീതാരാമന്മാരാൽ രൂപീകൃതങ്ങളാകുന്നു എല്ലാം. ഇനി മറ്റ് തലങ്ങളെടുത്ത് നോക്കാം. നമ്മുടെ ശില്പം, സംഗീതം, ക്ഷേത്രങ്ങൾ ഇവയുടെ മേൽ രാമായണത്തിനുള്ള സ്വാധീനം അളക്കാനാവില്ല. ഭാരതീയ ഭാഷകളിൽ ഏതെങ്കിലും എണ്ണപ്പെട്ടവയുടെ കൂട്ടത്തിൽ പെടുത്തണമെങ്കിൽ അതിൽ വാൽമീകിയുടെയും വ്യാസൻ്റെയും കൃതികൾ ഉണ്ടായിരിക്കണം. വാൽമീകിയോട് കടപ്പെട്ടിട്ടില്ലാത്ത ഒരൊറ്റ കവിയോ സാഹിത്യകാരനോ ഭാരതത്തിലുണ്ടോ? എന്തിനും അഭ്യസ്തവിദ്യനെന്ന് ഒരുവൻ അഭിമാനിക്കണമെന്നുണ്ടെങ്കിൽ വാൽമീകീയ കാവ്യം രാമായണം പഠിച്ചിരിക്കണം. രാഷ്ട്രീയ മണ്ഡലത്തിലോ നമ്മുടെ രാഷ്ട്രപിതാവ് സ്വപ്നം കണ്ടിരുന്നത് രാമരാജ്യമാണ്. രാമൻ്റെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ടാണ് ആ മഹാത്മാവും ജീവൻ വെടിഞ്ഞത്. പ്രജകളെ പിതാവിനെ പോലെ പരിപാലിച്ചു പോകുന്ന ശ്രീരാമനാണ് നമ്മുടെ രാജമാതൃക. ധർമ്മമണ്ഡലത്തിൽ രാമനെയും കൃഷ്ണനെയും മാറ്റി നിർത്തിയാൽ ആധുനിക ഹിന്ദു ധർമ്മം പിന്നെ ബാക്കിയില്ല. ഭക്തന്മാർ രാമഭക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നു. രാമനാമ ഭക്തി ഭരിതരായിട്ട് മുന്നോട്ട് പോകുന്നു. ആനന്ദമഗ്നരായി അഭിരമിക്കുന്നു രാമനാമത്തിൽ. കൃതകൃത്യരായിത്തീരുന്നു അവർ. ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചും നാമങ്ങൾ കീർത്തിച്ചും തത്കഥകൾ ശ്രവിച്ചും അധ്യാത്മ സാധനകൾ നടത്തുന്ന എല്ലാ ഭക്തരും ജന്മസാഫല്യം നേടുന്നു. ഭാരതം രാമൻ്റെയും കൃഷ്ണൻ്റെയും വകയാണ്. അവരെ മറന്നാൽ ഭാരതം വെറും ഭൂഭാരമായിട്ട് മാത്രം മാറും.
മനുഷ്യന് ശാന്തിയും സമാധാനവും സംതൃപ്തിയും സൗഹൃദവും അഭികാമ്യങ്ങളായിരിക്കുന്നിടത്തോളം കാലം സീതാരാമന്മാർ ആദരിക്കപ്പെടും. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൻ സമേതായ ശ്രീരാമചന്ദ്ര പരമാത്മനേ നമഃ. ചില മംഗളശ്ലോകങ്ങൾ ശ്രദ്ധിച്ചാലും ശ്രീരാമഃ ശരണം സമസ്തജഗതാം രാമം വിനാ കാ ഗതിഃ രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാര്യം നമഃ. രാമാതസ്യ കാലഭീമഭുജഗോ രാമസ്യ സർവം വശേ രാമേ ശക്തിരഖണ്ഡിതാ ഭവതു മേ രാമ ത്വമേവാശ്രയഃ. ശ്രീരാമനാണ് സമസ്ത ലോകത്തിനും ശരണം. രാമനല്ലാതെ ആരുണ്ടൊരു ഗതി? കലിദോഷമെല്ലാം നീക്കുന്നു രാമൻ. രാമനെ വേണം നമസ്കരിക്കാൻ. കൊടിയ കാലസർപ്പത്തിന് ഭയമാണ് രാമനെ. സർവവും രാമന് അധീനമാണ്. ശ്രീരാമനിൽ എനിക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാകുമാറാകട്ടെ. ഹേ രാമ, അവിടുന്ന് തന്നെ എനിക്ക് ആശ്രയം. ഇതിൽ ഭക്തിയും വിഭക്തിയും ഒന്നിച്ച് ചേർന്ന് വരുന്നത് കാണാൻ കഴിയുന്നു. അതിശ്രേഷ്ഠമായ ഒരു ശ്ലോകമാണിത്. വരം വരേണ്യം വരദന്തു കാവ്യം സന്താരേത്യാശിച സർവലോകം സങ്കൽപ്പിതാർത്ഥപ്രദം ആദികാവ്യം ശ്രുത്വാ ച രാമസ്യ പദം പ്രയാതി. ഉത്കൃഷ്ടവും ഗ്രഹിക്കേണ്ടതും വരപ്രദവുമായ കാവ്യം സകലരെയും സംസാരസാഗരത്തിന് മറുകര എത്തിക്കുന്നു. ആഗ്രഹിക്കുന്നത് സകലതും അരുളുന്നതിന് സമർത്ഥമായ ആദികാവ്യം കേട്ടാൽ രാമപദം ലഭിക്കും. ധന്യം യശസ്യമായുഷ്യം രാജ്ഞാഞ്ച വിജയാവഹം ആദികാവ്യമിതം ചാർഷം പുരാ വാൽമീകിനാ കൃതം. ധർമ്മപ്രദവും യശസ്കരവും ആയുർവർദ്ധകവും രാജാക്കന്മാർക്ക് വിജയദായകവുമാണ് വാൽമീകീയ രാമായണം. ആ മാമുനി രചിച്ച ഈ ആദികാവ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ വ്യക്തിയും. ആയുഷ്യം ആരോഗ്യകരം യശസ്യം സൗഭ്രാതൃകം ബുദ്ധികരം ശുഭം ച ശ്രോതവ്യമേതന്നിയമേന സദ്ഭിഃ ആഖ്യാനം ഓജസ്കരവൃദ്ധികാമൈഃ. ആയുർദായകവും ആരോഗ്യപ്രദവും യശസ്കരവും സാഹോദര സംവർദ്ധകവും ബുദ്ധിവർദ്ധകവും മംഗളാവഹവും ബലപ്രദവുമായ ഈ രാമചരിതം ഐശ്വര്യം അഭിലഷിക്കുന്ന സജ്ജനങ്ങൾ നിത്യവും സശ്രദ്ധം പാരായണം ചെയ്യുക, ശ്രവിപ്പിക്കുക. അത് ഉത്തമ ജീവിത ശൈലിയായിട്ട് മാറ്റുക. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ശാന്തി ശാന്തി ശാന്തി.